Shamila did. So we can request Dr. Karthika to speak first. I would like to say a few words about Dr. Karthika. She is not only a beneficiary, she is a volunteer. Yeah. And an Ayurvedic ophthalmologist who is now. Oh. Karthika, Samsarichodu. Hi everybody. Hello. As Sandy said, I am actually included in both Saisha family and I am a beneficiary too. Yeah, we're so happy to have you with us. I had one mastectomy in 2017 and the other in 2020. So my both breasts are removed. I am proud to be a member of Saisha family since I am a volunteer, and also I am very thankful to Saisha. And I will be talking as a beneficiary now. I will be talking in Malayalam. Yes. Please. ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഏജ് കുറഞ്ഞ ഒരു സമയത്താണ് ആദ്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ മാസ്റ്റെക്ടമി എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് കിട്ടിയത്. ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അത് 2 തവണയും എനിക്കുണ്ടായിരുന്നില്ല. കാരണം സ്ത്രീ എന്നുള്ള ഒരു കൺസെപ്റ്റ്, ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഒന്നും ഉണ്ടായില്ല. മറ്റു കാര്യങ്ങളിലൊക്കെ ഇമോഷണലി വീക്ക് ആയിരുന്നെങ്കിൽ പോലും ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നു എന്നുള്ളതിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഘടകമൊന്നും എന്റെ പേഴ്സണലി എനിക്ക് കാണുന്നില്ല. പക്ഷെ നമ്മൾ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു പ്രോസസ്സസ്, അതായത് ഒരു ഫ്ലാറ്റ് ആയിട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. അപ്പോൾ ഒരു പ്രോസസ്സസ് ഞാൻ എപ്പോഴും എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഞാൻ യൂസ് ചെയ്തത് ക്ലോത്തിന്റെ പ്രോസസ്സസ്, അത് RCC തന്നെ സപ്ലൈ ചെയ്തതാണ്. പിന്നെ സിലിക്കോണിന്റെ പ്രോസസ്സസ് രണ്ടും ഞാൻ 2 തവണയും യൂസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പോലെ സിലിക്കോൺ പ്രോസസ് ഇസ് വെരി കോസ്റ്റ്ലി. അത് വേഗം ഡാമേജ് ആയി പോവുകയും ചെയ്തു. ചെറിയൊരു പോറലൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗം നശിച്ചു പോകും. അങ്ങനെ വന്നു. അതിന്റെ വെയിറ്റ്, ഒറിജിനൽ ബ്രസ്റ്റിന്റെ വെയിറ്റ് ഏകദേശം കണക്കാക്കിയാണ് സിലിക്കോൺ പ്രോസസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ആ ഒരു അത്ര വെയിറ്റ് പിന്നെ എക്സ്ട്രാ നമ്മളൊരു ഫോറിൻ ബോഡി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള ഒരു സാധനം അല്ലാത്തത് കൊണ്ട് കംഫർട്ടബിൾ അല്ലായിരുന്നു. സിലിക്കോൺ പ്രോസസ്സിലും കംഫർട്ടബിൾ ആയത് എനിക്ക് ഈ നോക്കേഴ്സ് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ വനിത എന്നാണ് അത് അറിഞ്ഞത്. അതിനുശേഷം ഞാൻ വത്സാൻഡിന്റെ അടുത്ത് സംസാരിച്ചു. എനിക്ക് അയച്ചു തന്നു. കറക്റ്റ് സൈസ് ആയിരുന്നു. നോക്കേഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ള യൂട്യൂബ് വീഡിയോസ് കണ്ടു, ഉണ്ടാക്കാൻ പഠിച്ചു. പക്ഷെ ഞാനത് അതില് കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്ക് സാങ്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഞാനത് ചെയ്ത് കറക്റ്റ് ആയിട്ടില്ല. അത് ഞാൻ ഉടനെ ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് സായിഷ എന്നുള്ള ഒരു ഓർഗനൈസേഷനോട്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇപ്പൊ ഞാനതിലെ ഒരു ഭാഗമാണ്. ഞാനത് ബെനിഫിഷ്യറീസിന് വേണ്ടിയിട്ടാണ്, അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ ആ ഭാഗമാണ്. ഞാൻ ആ സായിഷയുടെ മെമ്പറാണ്. അത്രയും എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. Thank you, Karthika. Thank you, Karthika, very much. Thank you very much. Don't worry. We will see that you master the technique of doing the knocking. Don't worry. We will train you properly. You take your time. There's no hurry. Actually, when I'm doing, my left hand, there is some problem. Lymphedema is there. So I'm fed up with it. No, you just do 10 minutes a day, doctor. Don't do more. Just 10 minutes to 15 minutes, so you don't forget the pattern. Don't do anything more than that. Perfectly. Okay. Because we don't have any target for our volunteers. We just want I know. yourself occupied. I think you can tell us about those who are having a little problem with irritation when they wear it. Karthika can tell us about it. She's tried out that with the kerchief. Oh, she's tried it out. Okay. Yes, Karthika, you were able to manage, because I want to give a small introduction to them. I mean, this prefix to this. What happened was there were some people who had told us that our knockers were a little rough and was irritating the skin. We try our best to see that the knockers are not given. Get the best cotton yarn possible, and the method of doing it is okay. But in spite of that, there could be some roughness because they are crocheted knockers which are a little rough. So I Karthika to use a handkerchief, because there are some ladies who say we don't know. I said sew a pocket in your bra. They say we don't know how to sew. So I asked her to use just a handkerchief, roll it up and keep it in the bra. So that is what I wanted to give a feedback on.
nice. In Malayalam, maybe because everybody will understand that. Yeah, അതെങ്ങനെയാ ചെയ്തെന്നൂടെ പറയണേ കാർത്തിക. ഞാനും ഈ നിറ്റഡ് അല്ല ക്രോഷറ്റഡ് ആയിട്ടുള്ള നോക്കേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടിട്ട് എനിക്ക് ക്രോഷറ്റഡ് ആണത്. അപ്പൊ പക്ഷെ എനിക്കതൊരു റഫ് ആയിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ല. വെരി സോഫ്റ്റ്. പിന്നെ നമ്മൾ ഈ സ്കാറിന്റെ മുകളിലാണെങ്കിൽ കൂടിയും ഒരു ഇറിറ്റേഷൻ ഇല്ല. കാര്യം നമ്മൾ കൈകൊണ്ട് സ്കാറിന്റെ മുകളിൽ പിടിക്കുമ്പോൾ ഉള്ള ഒരു ഇറിറ്റേഷൻ പോലും നമ്മൾ ഈ നോക്കേഴ്സ് വെക്കുമ്പോൾ അങ്ങനെ ഒരു ഫീലിംഗേ വരുന്നില്ല. പിന്നെ ഇനി അങ്ങനെ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്കിന്നിൽ റബ് ചെയ്യുന്ന ഇറിറ്റേഷൻ ഉള്ള ഒരു സാധനം നമ്മൾ വെക്കാതിരിക്കുന്ന. അപ്പൊ ഒരു വേണമെങ്കിൽ ഒരു ഇടയ്ക്ക് ഒരു കർച്ചീഫ്, കോട്ടൺ കർച്ചീഫ് അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് വെച്ച് അത് യൂസ് ചെയ്യാം, സ്കിന്നുമായിട്ട് റബ് ചെയ്യാത്ത രീതിയിൽ. അതെങ്ങനെയാ ചെയ്തതെന്നൊന്ന് പറഞ്ഞു കൊടുക്കാവോ? ഓക്കെ. ഒരു വലിയ കർച്ചീഫില് ഇതിന്റെ ബേസ്, അതായത് നമ്മുടെ സ്കിന്നിനോട് ചേർത്തിരിക്കുന്ന ഭാഗം വെച്ചിട്ട് അതിന്റെ 4 മൂലകളും അപ്പെക്സിലേക്ക്, അതായത് ഫ്രണ്ടിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ബേസിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ സ്കിന്നുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇറിറ്റേഷൻ ഒന്നും വരില്ല. അത് ഓപ്ഷണൽ ആണ്. അങ്ങനെ ഇറിറ്റേഷൻ വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇറിറ്റേഷൻ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ആണ് അങ്ങനെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതല്ല. Thank you, Kartika. Akila ji, I'm sorry, Valsa ji. Yes. I think there is one more hand raise which I'm able to see, but they have logged in from Realme 5S. So I think it is Ramani. I'm not very sure. Yes, Could it's you please Ramani. check I on think that? she has messaged also in the chat that it is Ramani. Yes, she has. Okay. She has. Then please call on her. Ramani, Yeah. Ramani ഒന്ന് സംസാരിക്കാവോ? സംസാരിക്കാം മാഡം. ഹലോ. എനിക്ക് 2015 ഈ ഓപ്പറേഷൻ കഴിഞ്ഞത്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ വർഷം വരെ ഒന്നും ജാസ്തി ഉപയോഗിക്കാറില്ല. അപ്പൊ എനിക്ക് പുറം വേദനയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്റെ മോളാണ് ഇത് ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് അത് അപേക്ഷ അയച്ച് കിട്ടിയത്. അതിനുശേഷം അത് ഉപയോഗിച്ചതിന് ശേഷം പുറം വേദന ഒന്നും ഇല്ല. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ 4 ആളുടെ മുന്നിലേക്ക് ഇറങ്ങുമ്പോഴും നമുക്ക് മനസ്സിനൊരു ആത്മവിശ്വാസം ഇതുകൊണ്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര സന്തോഷം, യൂസ്ഫുൾ ആണ്. ഇത് എനിക്ക് തന്ന വത്സ മാഡത്തിനോട് ബാക്കി എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയും കൂടി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. Thank you. Yes, thank you, Ramani. Thank you. I'll so just much. show you what Kartika I asked her to do. This is a knocker, right? You can see it. And what I did was I just took a handkerchief. Put this portion of the knocker is what touches the skin. So put this on this like this. Just wrap it like this. That's it. That's all you have to do. And then put this inside your bra. So this portion on the skin is clear. It doesn't hurt you at all. This will be the soft cotton cloth that you're using. Handkerchief is something which everybody has. There are a few people who are saying it is very rough. We had this in our meeting last week from Chennai. There were a few people who said from Adyar Cancer Center who said it was rough. So this is a solution I wanted to know. And we can only know this for sure if we'll make our beneficiaries use this. And Kartika was very kind enough to do this. 1 or 2 of the other beneficiaries who have turned volunteers, I've asked them to do it. So we will be able to solve. We try to solve the problems of the beneficiaries as much as possible to any extent that we can. Thank you. Is this Thank washable? you. Is this washable? Yes. Yes. Yeah, complete. It's hand washable, doctor. We advise you to hand, not. I got a feedback from a lady in Bengal, not in Assam. She has used a washing machine and it says it has lasted 8 months in the washing machine. And right. But you just wash in the hand wash and press it together like this, remove the water, and then you can just let it dry. That's all you do. Don't hang it. I would say don't hang it, because if you hang it, the weight of the water will pull the fiber down. And this is washable fiber. It is 100% virgin fiber, which is washable. That's it. Okay. Preferably hand washed. No.
there was another lady who suggested you treat this like you would treat one of your most expensive bras. Yeah, that's what I also told them. That's what they said. I mean, it depends. That's how you have to use it. Yes. And I'd also like to tell all the beneficiaries that it should be washed. ചിലര് കഴുകാറില്ല, ഇത് ചീത്തയായി പോകും, ഷേപ്പ് മാറിപ്പോകും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അവർ പറയുന്നത് എങ്ങനെ കഴുകി കഴിഞ്ഞാൽ അതങ്ങ് ഷേപ്പ് മാറിപ്പോയി കൊച്ചായി പോകും, പഞ്ഞിയല്ലേ, അപ്പം ഉരുണ്ടുകൂടി ഒരു സൈഡിലോട്ട് പോകും, അങ്ങനെയൊന്നും ഇല്ല. So I've told all of them whom I interviewed recently that you should wash it. We should wash it frequently. വേർപ്പ് പറ്റുന്ന അനുസരിച്ച് every week or maybe even after 2 days. Wash it. ഒരു രണ്ടാമത് ഒരെണ്ണം കൂടെ തരുന്നുണ്ടല്ലോ, അപ്പൊ ഒരെണ്ണം വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യുന്നേരം വരെ മറ്റേത് ഉപയോഗിക്കാം. അതിനെ 2 എണ്ണം തരുന്നത്. എല്ലാം വാഷ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഉള്ള ഗുണഭോക്താക്കൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. And also, Valsa, you have to tell them that when I'm sending the knockers, I do send a paper inside, which gives how to use, how to wash, how to remove the fiber, make it smaller, make it bigger. I keep telling them to read it, but I think 70% of them are not reading the instructions. One or two called me back to say that they were surprised to see it in Malayalam and they're so happy. അപ്പൊ 1-2 പേര് കിട്ടുന്ന ഉടനെ വായിക്കുന്നുണ്ട്. We make this, doctor, we made these instructions in 8 languages. Okay. One side is English, the other side would be either Malayalam, Telugu, Hindi, Tamil, Bengali, Gujarati, Marathi. We made it in 8 languages. And but most of them are not looking at the What is the duration? How long does this last? What is the longest? It's about 18 months, doctor. Problem, without a problem, 18 months. And Knitted Knockers founder Barbara says that she uses hers for 3 years. We do give a replacement free of cost again once they ask us again, but I try to tell them to extend it to about 18 months because it lasts 18 months generally, and then if all they want, I give them another one. I give another one. Shall we move ahead, Jayashree? Yeah, I think so. I don't think there are any more hands up. Yeah, I am not able to see any hand raised. Are there any beneficiaries still waiting for their turn to speak? ആർക്കെങ്കിലും സംസാരിക്കണോ? വിട്ടുപോയ ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ താല്പര്യമുള്ളവര്? ഒന്ന് കൈ പൊക്കാവോ, അല്ലെങ്കിൽ അങ്ങ് സംസാരിച്ചോളൂ. Okay, I understand, Valsa, there is nobody. So if at all they come in between, we can always take them. That is not a problem. Before we conclude the program with a vote of thanks, I wish to just mention here the main purpose of conducting this meet in Pink October is that the beneficiaries should come forward to interact with our patrons to understand and put up their questions if they have any in the utility and the safe use of knockers. I think that purpose has been served today. And over and above that, we have a request from Saisha to all the patrons present here to connect us to at least one more patron so that the awareness will increase. And the same with the beneficiaries. I would request Valsa to transfer this for the beneficiaries. We look forward that every beneficiary speaks to every other mastectomy survivor whom they come across, because this is a subject or topic which is not spoken much in public, not shared with people because they get a little conscious about speaking on this topic. So I would request every beneficiaries to interact with every other mastectomy survivor they come across, give them the confidence and ask them to approach Saisha and take the best utility of this knocker so that their lifestyle would definitely improve. So I would request Valsaji to translate this in Malayalam for both. സുഹൃത്തുക്കളെ, ഇപ്പൊ ഞാന് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പൊ സവിത പറഞ്ഞതും. നമുക്കിത് എവിടം വരെ എത്തിക്കാം എന്നുള്ളതാണ് നമ്മുടെ ശ്രമം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെപ്പോലെ സർജറി കഴിഞ്ഞ ആൾക്കാരെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ കേൾക്കുകയാണെങ്കിൽ അവരോട് നമ്മുടെ ഈ പ്രോഡക്റ്റിനെ പറ്റി പറയണം. പറഞ്ഞ് ഇത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നോണ്ടാണല്ലോ പറയുന്നത്. അപ്പൊ അവര് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. നമ്മുടെ നമ്പറോ അല്ലെങ്കിൽ സൈറ്റില് സായിഷ ഇന്ത്യ എന്നുള്ള സൈറ്റിൽ കയറി ഓർഡർ ചെയ്യാം, ഇല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നിങ്ങൾക്കൊക്കെ എന്റെ നമ്പർ അറിയാമല്ലോ. ഇല്ലെങ്കിൽ
ചോദിച്ചാൽ മതി. സായിഷ ഇന്ത്യ എന്ന് ഗൂഗിൾ ചെയ്താലും കിട്ടും, ഫേസ്ബുക്കിലുണ്ട്. എങ്ങനെ വേണേലും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഈ നമ്പറൊക്കെ അറിയാമല്ലോ, അത് വെച്ച് ആ നമ്പർ കൊടുത്താൽ മതി. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും, പരിചയമുള്ളോ ഇല്ലാത്ത എല്ലാവർക്കും ഇത് ഒരു ബെനിഫിറ്റ് ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. അത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് കേട്ടോ. താങ്ക് യു. Thank you, Valsa. Moving ahead next to the last section of this program, I would definitely wish Geeta to share the screen, because we wish to take this opportunity to thank all our volunteers who have been instrumental for this program. A quick recap, I think it is Kartika Rajagopalan Doctor and Srilekha Nair who have contributed knockers and beanies in the last 1 year for Saisha from Kerala division. And we also wish to thank the volunteers, Dr. Kartika, Leena, Meera, Parvati, Srilekha, Suma, Valsa, Veena, to have connected with as many beneficiaries as possible, invite them, interview them for this program. A big thanks to this group of volunteers. And also, as regional coordinator, Valsa ji has played a very major role in this program. Thank you, Valsa ji. And over to Srilekha to propose the vote of thanks. Thank you, Sabita. Let me now propose the vote of thanks. First of all, my deep debt of gratitude to the beneficiaries who have fought their own personal battles and have given us an opportunity to help them through the knitted knockers. ഞാനിത് മലയാളത്തിലൊന്ന് പറഞ്ഞേക്കാം. നമ്മുടെ ഇവിടെ ഈ മീറ്റിങ്ങിന് വന്ന് ഓരോരുത്തരും ബെനിഫിഷ്യറി ഉള്ളവർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. അവരുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത്. Our patrons, the doctors, are our PR persons who connect Saisha to the beneficiaries. My sincere thanks to Dr. Vijay Kumar, Dr. Amrita, Dr. Mohammad Shafi, I think Dr. Nitin Raj didn't come, Dr. Nitin Raj, and Mr. Dinesh Verma for taking the time out from their very busy schedule and being part of this meet. Dr. Vijay Kumar Parnyamadri, he has given a very motivating speech, and he, as part of a Rotarian, he has promised to render all his help and support for Saisha. I thank you, Doctor. Dr. Amrita and Dr. Mohammad Rafi have referred a large number of patients to us. We are thankful to you for spreading the word of Saisha. Ms. Ruby Aluwalia, who herself is a cancer survivor and the founder of Sanjeevani Life, had come and addressed us. She was in the midst of her celebration, I think in the north, Karwa Chauth today. In spite of that, she came and she gave a heart-touching accord of her personal experience. Thank you, ma'am, for your kind words. And of course, the founder of Saisha India, Mrs. Jayashree Ratan, who warmly welcomes all the volunteers into her fold, is the backbone of this venture. Thank you, ma'am, for all your support and guidance. A big thanks to the core team of Saisha, that is Mr. Kumar and Ms. Sabita. We have the support team and the technical team who made possible the video that was released today. I wish to thank each one of you who has worked behind the scenes to make this a success. Thank you once again to each one of you. Thank you and goodbye.